ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ബാഗ് എങ്ങനെ ചെയ്യാമെന്ന് ഇതിൽ നോക്കാം. ഇതേപോലെ ഞാൻ 3 ഗ്രാനി സ്ക്വയറാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, 1 2 3 സെയിം അളവാണ്, സെയിം റോ, 1 2 3 4 റോയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. 3 ഗ്രാനി സ്ക്വയറും 4 റോ വെച്ചിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഇതുകൊണ്ട് ബാഗ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാം. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് കളർ യാണാണ് എടുക്കുന്നത്. നിങ്ങൾക്കത് ജോയിനിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റെഡ് കളർ യാണ് എടുക്കുന്നത്. അതുപോലെ 3.2 മില്ലിമീറ്റർ ഹുക്ക് സൈസുമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ജോയിനിങ് ചെയ്ത് നോക്കാം. ഇതാണിപ്പം നമ്മുടെ ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ഭാഗം. ഓക്കെ, ഇത് റോങ് സൈഡ്, അതായത് ഫ്രണ്ടും ബാക്കും ഉണ്ട്. ഇത് നമ്മളെ റോങ് സൈഡാണ്, അതായത് ഇതിൻ്റെ ടൈലെല്ലാം വരുന്ന റോങ് സൈഡ്. ഇതാണ് ഒറിജിനൽ സൈഡ്. ഈ സൈഡ് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മാറ്റി വെക്കാം. ആദ്യം 2 ഗ്രാനി സ്ക്വയർ എടുത്ത് നോക്കാം. 2 ഗ്രാനി സ്ക്വയർ ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെയാണ് പിടിക്കേണ്ടത്. അതായത് ബാക്ക് സൈഡ് റോങ് സൈഡ് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുക. ക്ലിയർ? അറ്റാച്ച് ചെയ്തിട്ട് നമുക്കിതിൽ സ്ലിപ്പ് നോട്ട് ഇട്ട് നോക്കാം. സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടലെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്ലിപ്പ് നോട്ട് ഇട്ടു. നമ്മൾ ചെയിൻ 2 ചെയ്ത കോർണർ സ്പേസ് ഇല്ലേ, അത് തമ്മിൽ രണ്ടും തമ്മിൽ കൂട്ടി പിടിച്ചിട്ട് നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ടു. ക്ലിയർ? ഓക്കെ, ഇനി ഇത് തമ്മിൽ നമുക്ക് അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 2 ഗ്രാനി സ്ക്വയർ ഉണ്ട്. അതിൽ ഫ്രണ്ട് എൻ്റെ ഫേസ് ചെയ്തിരിക്കുന്ന ഗ്രാനി സ്ക്വയറിൻ്റെ ബാക്ക് ലൂപ്പും, അതായത് ഇതിന് 2 ലൂപ്സാണുള്ളത്. കണ്ട ചെയിനിൽ ഈ ഭാഗം, അതായത് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് ഫ്രണ്ട് എന്നും അപ്പുറത്തെ സൈഡിനെ ബാക്ക് ലൂപ്പ് എന്ന് പറയും. അതായത് ഇവിടെ ഒരു വി ഷേപ്പ് വേണ്ട, ആ വി ഷേപ്പിലെ ഈ ഭാഗത്തിനെയാണ് നമ്മൾ ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്, ഈ ഭാഗത്തിനെയാണ് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പം ഇപ്പോൾ 2 ഗ്രാനി സ്ക്വയർ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് കുറേ മെത്തേഡ് ഉണ്ട്. നമുക്ക് സോ ചെയ്തെടുക്കാം നീഡിൽ വെച്ചിട്ട്, അതുപോലെ സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് ചെയ്യാം. ഞാനിപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് എൻ്റെ ഗ്രാനി സ്ക്വയറിൻ്റെ ഭാഗത്തുള്ളതിൻ്റെ ബാക്ക് ലൂപ്പും സെക്കൻഡ് ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ലൂപ്പും എടുത്തിട്ടാണ് ഞാനിപ്പം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നോക്കിക്കോ, ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. ബാക്ക് ലൂപ്പ് എടുക്കുക, നെക്സ്റ്റ് ഗ്രാനി സ്ക്വയറിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കും. ക്ലിയർ ആയോ? ബാക്ക് ലൂപ്പ്, ഫ്രണ്ട് ലൂപ്പ്, എന്നിട്ട് രണ്ടിൻ്റെ ഉള്ളിലേക്ക് കൂടി വലിച്ചിട്ട് ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ ആണിനെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാം ടൈല്. ഇതേപോലെ ഇത്ര വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാമല്ലോ, നോക്കിയത്. ബാക്ക് ലൂപ്പ്, ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് ഫ്രണ്ട്, ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ വരെ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇത്ര വരെ ചെയ്തെടുത്തു. ക്ലിയർ? എന്നിട്ടിതാ ഇവിടെ കോർണറിലെത്തിയാൽ ഇപ്പം ഇങ്ങനെയല്ലേ കിട്ടുന്നത്, കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞാനിപ്പം ഈ സ്റ്റിച്ച് ഇവിടെ എനിക്ക് ഫ്രണ്ടിൽ വേണമെന്നായതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്ക് ഭാഗം കണ്ട ഇങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് രണ്ടും കൂടി ബാക്ക് ഫ്രണ്ട് രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ട് ആ സ്റ്റിച്ച് ഫ്രണ്ടിൽ വരുന്ന രൂപത്തിൽ ചെയ്താൽ ഇത് ബാക്കോട്ടും പോവും, മറ്റേ സ്റ്റിച്ച് ബാക്കിലേക്കും വരും. ക്ലിയർ ആയോ? എനിക്ക് ഈ സ്റ്റിച്ചാണ് ഫ്രണ്ടിൽ വരേണ്ടത് ഉണ്ടായതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചാണ് ഫ്രണ്ടിൽ വരുന്നത് ഉണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് റോങ് സൈഡ് തമ്മിൽ പിടിച്ചിട്ട് ചെയ്താൽ ഈ സ്റ്റിച്ച് ഫ്രണ്ടിൽ വരും. ക്ലിയർ ആയോ? ഓക്കെ, ഇത്ര വരെ ചെയ്തില്ലേ? ഇനി നമുക്ക് 3rd ഗ്രാനി സ്ക്വയർ എടുക്കുക. 3rd ഗ്രാനി സ്ക്വയറും ഇതേപോലെ ഇതിൻ്റെ അടുത്ത് അറ്റാച്ച് ചെയ്യുക. ഫ്രണ്ടും അതായത് ബാക്ക് തമ്മിൽ ഒട്ടുന്ന രൂപത്തിൽ. ഇപ്പുറവും ഫ്രണ്ടാണ്, ബാക്കി 2 സൈഡും റോങ് ആണ്. ഇതേപോലെ ചെയ്യാം. അതായത് അടുത്ത ഗ്രാനി സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയിൻ 1 ഇടുക. 1 ഇട്ടതിന് ശേഷം ഇത് രണ്ടും അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു ചെയിൻ 1 ഇട്ടു. 1 ഇട്ടതിന് ശേഷം ഇതിൻ്റെ രണ്ടിൻ്റെയും ചെയിൻ സ്പേസിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക.
അതിന് ശേഷം സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ക്ലിയർ ആയോ? സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇപ്പോൾ നമ്മൾ എന്താ ഇത് ഇവിടെ ചെയ്തത് അതേ സെയിം പാറ്റേൺ ആണ് ഇവിടെയും ചെയ്യുക. എന്താ ഇതിൻ്റെ ബാക്ക് ലൂപ്പും ബാക്ക് ലൂപ്പ്, മറ്റേതിൻ്റെ ഫ്രണ്ട് ലൂപ്പും എടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, സ്ലിപ്പ് സ്റ്റിച്ച്, ബാക്ക് ഫ്രണ്ട്, സ്ലിപ്പ് സ്റ്റിച്ച്. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വരെ ചെയ്യാം. ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം ഒരുമിച്ച് തന്നെ ചെയ്യണം. ഒന്ന് വിട്ടുപോയി ചെയ്തില്ലെങ്കിൽ നമുക്കിതേപോലെ ഒരുപോലെ കിട്ടൂല. എവിടെയെങ്കിലും ചെയിൻ സ്കിപ്പ് ചെയ്തിനോന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ബാക്ക് ഫ്രണ്ട് ഇത്ര വരെ ആയിട്ട് നമുക്ക് കാണാം. ഇത്ര വരെ ആയി. ചെയിൻ സ്റ്റിച്ചിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇത്ര വരെ ആയി. ക്ലിയർ? ഇനി എന്താ വേണ്ടത്? ഇതാ ഇപ്പം നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ? ഇങ്ങനെയാണ് ഈ പാറ്റേൺ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ ടേൺ ചെയ്യുക. അതായത് റോങ് സൈഡിലേക്ക് ടേൺ ചെയ്തു. ടേൺ ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ്. അതായത് ഇതാ ഈ ഭാഗത്തിന് ഇങ്ങനെ മടക്കുക, ഇതിനെ ഇങ്ങനെ മടക്കുക. ഇനി നമുക്ക് ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. കാരണം ഈ സ്റ്റിച്ച് ഇവിടെയല്ല വരുന്നത്. അത് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കിയിട്ട് ചെയ്യുന്നത്. ഇതാ ഇതിങ്ങനെ മടക്കിയിട്ട് പറഞ്ഞിരുന്നു വെച്ചാൽ നിങ്ങൾക്ക് റോങ് സൈഡ് സ്റ്റിച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മടക്കാണ്ട് ചെയ്താൽ ഇതേപോലെ ഇങ്ങനെയെല്ലാം സ്റ്റിച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മടക്കിയിട്ട് തന്നെ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു തരുന്നത്. ഇതാ ഇത് രണ്ടും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഇനി ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത്ര വരെ ചെയ്തു. ചെയിൻ 1 ഇടുക. ഇതാ രണ്ട് തമ്മിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്റ്റിച്ചിലെയും കൂടി സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാം. ഇത്ര വരെ ചെയ്തെടുത്തു. ഇപ്പം ഇങ്ങനെയാണ് കിട്ടൽ. ക്ലിയർ? കണ്ട? ഇനി നമ്മൾ എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്? ഇതാ ഈ സൈഡ് ഇതേപോലെ ഇങ്ങനെ മടക്കുക. ക്ലിയർ? ഇനി ഇതേപോലെ മടക്കിയിട്ട് ഇതാ ഇതിനെ ഇതേപോലെ കൂട്ടിപ്പിടിക്കുക. ഇതും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക. എങ്ങനെ ചെയ്യേണ്ടത്? ഇതേപോലെ ചെയിൻ 1 ഇടുക. ഈ രണ്ട് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിലും സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇതേപോലെ ബാക്ക് ഫ്രണ്ട് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബാക്കും ഫ്രണ്ടും ക്ലിയർ അല്ല എല്ലാവർക്കും? ഇതാ ബാക്ക് ഫ്രണ്ട് ലൂപ്പ്. തെറ്റാൻ പാടില്ല ചെയ്യുമ്പം. മറ്റേതിൻ്റെ ബാക്ക് എടുക്കാൻ പാടില്ല. ഇതേപോലെ ഇത്ര വരെ ചെയ്തിട്ട് കാണാം. ഇതാ ഇവിടെ വരെ എത്തി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇതാ ഇതേപോലെ ഇട്ടിട്ട് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ പോയി ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ചെയിൻ 1 ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ക്ലിയർ? ഇനി ഈ ആണിനെ നമുക്ക് ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തെടുക്കാം. ഹൈഡ് ചെയ്ത് വലിച്ചെടുക്കാം. ഇതേപോലെ ആണിനെ ഹൈഡ് ചെയ്തെടുക്കാം കേട്ടോ ഉള്ളിലേക്ക്. അയാണ് ഹൈഡ് ചെയ്ത് വന്നു. ഇപ്പോൾ നമ്മുടെ ബാഗിൻ്റെ ഷേപ്പ് ഇതേപോലെയാണ് ഉണ്ടാവല്. ക്ലിയർ? ഈ സാധനം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ് ചെയ്തേക്കാം. ഈ ആണ് ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മറ്റേ ഈ സ്റ്റിച്ചിങ്ങിലൂടെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് കാണൂല കേട്ടോ. റോങ് സൈഡ് ഞാൻ ഈ ആണ് കാണൂല. കണ്ട? ഇപ്പം കണ്ട? ഇങ്ങനെയാണ് നമ്മുടെ ബാഗിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. കണ്ട?
ഈ സ്റ്റിച്ച് എനിക്ക് വേണ്ടതായതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ സ്റ്റിച്ച് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സ്റ്റിച്ച് കാണാത്ത രൂപത്തിൽ, അതായത് ഇത് കണ്ട, ഇപ്പം ഇത് കണ്ട, ഈ ബാഗ് കണ്ട, നിങ്ങൾക്ക് ആ സ്റ്റിച്ച് കാണൂല. അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ആ രൂപത്തിൽ ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഫ്രണ്ടും തമ്മിലാണ് സ്റ്റിച്ച് ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് ബാക്ക് തമ്മിൽ സ്റ്റിച്ച് ചെയ്താൽ അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് സ്ട്രാപ്പ് ചെയ്യാം. സ്ട്രാപ്പ് എങ്ങനെ ചെയ്യലെന്ന് നോക്കാം. സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റെഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മിപ്പം ഇവിടെയാണ് ചെയിൻ ടു സ്പേസ് വരുന്നത്. അപ്പം ഇവിടെ 3DC ചെയിൻ ടു 3DC അല്ലേ വരുന്നത്. ഇതാ ഈ ഫസ്റ്റ് ചെയിനിൽ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് 2DC ഇല്ലേ, ഫസ്റ്റ് 2DCൻ്റെ ചെയിൻ ഇതാണ് സെക്കൻഡ് 2DCൻ്റെ ചെയിൻ. ആ സ്റ്റിച്ചിൽ പോയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ നെക്സ്റ്റ് കളർ യാണ് എടുക്കുക. ചെയിൻ 3 ഇട്ട് കൊടുക്കുക. 1 2 3. ഓക്കെ, 3 ഇട്ട് കൊടുക്കുക. 3 ഇടുന്നതെന്ന് വെച്ചാൽ ഇവിടെ ചെയിൻ സ്പേസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെയിനും എക്സ്ട്രാ 2 ചെയിനുമാണ് ഇട്ടത്. എന്നിട്ട് ആ സെയിം സ്പേസിൽ തന്നെ ഒരു DC ഇട്ട് കൊടുക്കുക. 1 DC ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഒരു ചെയിൻ സ്പേസ് ഉണ്ട് DCയുടെ, അതിലും 1 DC ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സിംഗിൾ ക്രോഷേ ആഡ് ചെയ്യാം സ്ട്രാപ്പിന്, അല്ലെങ്കിൽ ഹാഫ് ഡബിൾ ആഡ് ചെയ്യാം. ഞാനിപ്പം ഡബിൾ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ സെയിം പാറ്റേൺ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ചെയ്തിട്ട് സ്ട്രാപ്പ് ആക്കിയിട്ട് ചെയ്യാം. അതായത് 3DC 2 ചെയിൻ 3DC വെച്ചിട്ടും സ്ട്രാപ്പ് ആക്കിയിട്ട് ചെയ്യാം. ഞാനിപ്പം വേറെ മെത്തേഡിലാണ് കാണിച്ചു തരുന്നത്. ഈ സ്ട്രാപ്പ് എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ സ്ട്രാപ്പ് ആയതുകൊണ്ടാണ് ഈ ടൈപ്പ് കാണിച്ചു തരുന്നത്. 1 2 ചെയ്തു. ഇനി ഈ 2 ചെയിൻ സ്പേസിലും ഒരു ഡബിൾ ചെയ്തെടുക്കാം. 1 ഡബിൾ. ഇനി നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 ചെയിനിൽ ചെയ്യാൻ പറ്റും. കാരണം ഇപ്പുറം എത്ര എടുത്തത് 2 അല്ലേ, അതുപോലെ തന്നെ ഇപ്പുറവും 2 തന്നെ ചെയ്യാം. 1 DC നെക്സ്റ്റ് 1 DC. ഞാനിപ്പം 5 DC ആണ് ചെയ്യുന്നത് സ്ട്രാപ്പിന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇതുപോലെ തന്നെ ഇപ്പുറവും അതേപോലെ തന്നെ എൻഡ് ചെയ്യണം. കണ്ട, ഞാനിപ്പോൾ 5 എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എത്ര റോ വേണോ, സ്ട്രാപ്പിന് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യുക. ചെയിൻ 2 ഇടുക. സെയിം സ്പേസിൽ 1 DC, നെക്സ്റ്റ് സെക്കൻഡ് DC, തേർഡ്, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. എപ്പോഴും കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യുക. തെറ്റിക്കഴിഞ്ഞാൽ സ്ട്രാപ്പ് വളഞ്ഞിട്ടെല്ലാം പോവും. ഒരു റോ തെറ്റിക്കഴിഞ്ഞാൽ കണ്ട, ഇതേപോലെ ചെയിൻ 1 ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എത്ര റോ വേണോ അത്രയും റോ ചെയ്തെടുക്കാം. 3 4 5. നമ്മൾ എത്രയാണോ ഇട്ടത് അത്ര തന്നെ എല്ലാ റോയിലും സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവാം. എത്രയാണോ താഴിലിട്ടത്, ഇപ്പോൾ 6 ആണ് താഴിലിട്ടതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 6 തന്നെ ഇടുക. ഞാനിപ്പോൾ 5 ഇട്ടിന്, അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 5. നമുക്ക് ഒരു 10 റോ ചെയ്തിട്ട് നമുക്ക് കാണാം. ഞാനൊരു 10 റോയെ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണോ ഈ ബാഗിന് സ്ട്രാപ്പ് വേണ്ട അതിനനുസരിച്ച് ചെയ്യുക. കാരണം ഞാനിപ്പം 4 റോൻ്റെ ഗ്രാനി സ്ക്വയർ ചെയ്തത്, അതുകൊണ്ട് ചെറിയ സ്ട്രാപ്പ് മതി. നിങ്ങളിപ്പോൾ എത്ര വലിയ ഗ്രാനി സ്ക്വയർ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള സ്ട്രാപ്പ് ചെയ്യുക കേട്ടോ. ഇത്രയും റോയാണ് ചെയ്തിട്ടുള്ളത്. ഇത്രയും റോ ചെയ്തു, അതായത് 10 ആണെന്ന് തോന്നുന്നു. 10 റോ ചെയ്തു. 10 റോ ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഇങ്ങനെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ സ്റ്റിച്ച് ചെയ്യുമ്പം ഇവിടെ തന്നെ ആ സ്റ്റിച്ച് കാണും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാഗ് ഒന്ന് ടേൺ ചെയ്യുക. ബാഗിനെ ടേൺ അല്ല, ബാഗിനൊന്ന് ഇങ്ങനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കുക. ഇതാ ഉള്ളിലേക്കുള്ള ഭാഗം പുറത്താക്കി വെക്കുക. അതിന് ശേഷം ഇതാ ഇങ്ങനെ കണ്ട, ഇതേപോലെ പിടിക്കുക. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്, ഇത് രണ്ടും തമ്മിലല്ലേ, കണ്ട, അതുപോലെ ഇതിൻ്റെ ബാക്കും ഇതിൻ്റെ ഫ്രണ്ടും എടുക്കുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ നേരത്തെ എന്താണോ ചെയ്തത് അതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് നെക്സ്റ്റും അതേപോലെ എടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് നെക്സ്റ്റ്
സ്റ്റിച്ച് തെറ്റാതെ ചെയ്യണം. ഇതിൻ്റെ ബാക്കും ഇതിൻ്റെ ഫ്രണ്ടും, ബാക്ക് ഫ്രണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പോൾ ചെയ്തത് ഡബിൾ ക്രോഷ്യാണ്. നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിനെയും കളയാൻ പാടില്ല. ലാസ്റ്റ് സ്റ്റിച്ചും ഇതേപോലെ എടുക്കും. കണ്ടോ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു, ചെയിൻ 1 ഇട്ടിട്ട് ഇത് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഇതാ ഇപ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുന്നത്. കണ്ടോ, ഈ സൈഡ് ഇവിടെ വന്നു. ഇനി ഇതിനെ നമുക്ക് ടേൺ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉള്ളിലെ ഭാഗം ഇതാ ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതാണിപ്പോൾ ഫ്രണ്ട് ഭാഗം വരുന്നത്. കണ്ടോ, ഫ്രണ്ട് ഭാഗത്ത് ഇതിപ്പോൾ ഇവിടെ കാണുന്നില്ല, ഉള്ളിലാണ് ഇത് വരുന്നത്. കണ്ടോ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൊത്തം സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഞാനിപ്പം ഡബിളാണ് ചെയ്തത്, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ബട്ടൺ ഹോളൊക്കെ, ബട്ടൻ്റെ ഒരു സ്ട്രാപ്പും കൂടി ഇവിടെ വേണമെങ്കിൽ ചെയ്തെടുക്കുക. അത് ഞാൻ എങ്ങനെ ചെയ്യലെന്ന് പറഞ്ഞുതരാം. ബട്ടൺ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒന്നും ഇടാണ്ടാണ് ഫാഷൻ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് വെക്കണമെങ്കിൽ ലൈനിങ് വെക്കുക, എന്തുവാണെങ്കിൽ ചെയ്യുക. ലൈനിങ് വെക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ഇത് മാത്രം സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ടൈമിന് ഇതേ അളവിൽ തന്നെ തുണി മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ടൈലർ സ്റ്റിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ സാധാ സൂചി നൂലെടുത്തിട്ട് തുന്നിയിട്ട് ക്ലോത്തിൻ്റെ ഉള്ളിൽ അറ്റാച്ച് ചെയ്യുക കേട്ടോ. ഇനി ബട്ടൻ്റെ സ്ട്രാപ്പ് എങ്ങനെ ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ റെഡ് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതേപോലെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെയിൻ 10 ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഞാൻ 10 ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണ് 10 ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് ഇടുക. 10 ഇട്ടു. ഞാനിവിടെ ഡബിൾ ചെയ്യുന്നതുകൊണ്ട് എക്സ്ട്രാ 2 ചെയിൻ ഇട്ടു. ക്ലിയർ? എന്നിട്ട് എക്സ്ട്രാ 2 ചെയിൻ ഇട്ടു. ഇനി തേർഡ് ചെയിനിലേക്ക് 1 ഡബിൾ ഇട്ട് കൊടുക്കുക. 1. ഇനി ഓരോ ചെയിനിലും 1 ഡബിൾ ഇട്ടിട്ട് നമുക്ക് ഇത്ര വരെ ചെയ്തെടുക്കാം. 3 4 5 6 7 8 9 10. ഇതാ ഇത്ര വരെ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു സ്ട്രാപ്പ് ആണെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് സ്ട്രാപ്പ് ആക്കിയിട്ട് എടുക്കാം. ഈ ഇവിടെ ഫസ്റ്റ് 1 DC ചെയ്യുന്നതിന് പകരം 2 DC എക്സ്ട്രാ ചെയ്തിട്ട് ഇവിടെ മാത്രം 2 ചെയിൻ എക്സ്ട്രാ ചെയ്തിട്ട് ഇവിടെ ഇതേപോലെ ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, ഞാൻ കുറച്ച് വീതിയുള്ള സ്ട്രാപ്പ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹോൾ വെച്ചിരിക്കുന്നത് ഇതാ ഈ ലാസ്റ്റ് 1 DC ഇട്ടു. ഇനി ചെയിൻ 2 ഇട്ട് കൊടുക്കുക. സെയിം ചെയിനിൽ തന്നെ 1 DC ഒന്നും കൂടി ചെയ്യാം. 1 DC ചെയ്തു. ഇനി ഇതേപോലെ ഓരോ ചെയിനിലും 1 DC വെച്ചിട്ട് പോവുക. നമ്മൾ ചെയ്ത ഓരോ ചെയിനിലും അതർ സൈഡ് ഇതേപോലെ 10 DC ഉണ്ടായിരിക്കണം. ആ യാണിന് എക്സ്ട്രാ എന്തോ കെട്ടുണ്ട് കേട്ടോ, അത് അവോയ്ഡ് ചെയ്യണേ, സോറിയേ.
നമ്മൾ എത്രയാണോ അപ്പുറം ചെയ്തത് അതേപോലെ തന്നെ ഇപ്പുറം സ്റ്റിച്ച് ഉണ്ടായിരിക്കണം. ഇതാ 1 2 3 4 5 6 7 8 9 10 സ്റ്റിച്ച് വന്നു. ഇതിവിടുന്ന് നമുക്ക് കട്ട് ചെയ്യാം. ചെയിൻ 1 ഇട്ടിട്ട് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് യാൺ എക്സ്ട്രാ എടുക്കുക. ഇവിടെ ഇപ്പം നമുക്കൊരു ഹോളുണ്ട് കണ്ട. ഇതിന് നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ഇതേപോലെ ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടുന്ന് യാൺ കട്ട് ചെയ്തില്ല, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞിരുന്നേ ഉള്ളൂ. ഇത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ മറ്റേ നീഡിൽ വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്താ ഉണ്ടാവുക കാണിച്ചു തരാം. 1 മിനിറ്റ്. ഇതിപ്പോൾ അവിടെ അറ്റാച്ച് ചെയ്തിനെങ്കിൽ ഇതേപോലെ ഉണ്ടാവല്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇതേ രൂപത്തിലുണ്ടാവല്. ക്ലിയർ ആയോ? ഇതുപോലെയല്ല ഉണ്ടാവല്. അവിടെ അറ്റാച്ച് ചെയ്താൽ അപ്പോൾ നമുക്കിവിടെ ഒരു ബട്ടൺ സോ ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് അതിനിങ്ങനെ ഇതാക്കുന്ന രൂപത്തിൽ. ക്ലിയർ ആയോ? ഇനി നിങ്ങൾക്ക് ബട്ടണൊന്നും ഫിക്സ് ചെയ്യുന്നില്ല, മറ്റേ ടിക് ടാക്ക് മറ്റേ അപ്പുറം ഇപ്പുറം പറ്റിക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ രണ്ടും കൂടി ആ ബട്ടനും ഫിക്സ് ചെയ്യാം, ഈ സ്ട്രാപ്പ് വെച്ചിട്ട് ചെയ്യുന്നില്ലെങ്കിൽ. ക്ലിയർ? ഇതിപ്പം ഈ രൂപത്തിലാണ് കിട്ടുന്നത്. ഇതുപോലെ ഉണ്ടാവും. ഇതിപ്പോൾ ചെറിയ റോ വെച്ച് ചെറിയ ബാഗാണ്. അതായത് ഞാൻ 4 റോ വെച്ചിട്ട് ചെയ്തതുകൊണ്ട് ഇത്ര ചെറിയ ബാഗ്. നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ഇതേപോലെ അറ്റാച്ച് ചെയ്ത് ഇവിടെ അറ്റാച്ച് ചെയ്താൽ ഇതേപോലെ കിട്ടും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.